Hello dears, class for English. Where go the birds? Helping Cloud, explanation, question answers and activities ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിനു മുമ്പുള്ള എല്ലാ ലെസൺസിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാം. ഓക്കെ. വേർ ഗോ ദ ബോട്ട്സ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയ പോയമാണ് വേർ ഗോ ദ ബോട്ട്സ്. ബോട്ട്സ് എവിടേക്കാണ് പോകുന്നത്? ഒരു കുട്ടി പേപ്പർ ബോട്ട് ഉണ്ടാക്കിയിട്ട് അവൻ അത് പുഴയിലേക്ക് ഒഴുക്കിവിടുകയാണ്. അപ്പോൾ അവൻ അവിടെ കാണുന്ന കാഴ്ചകളും പിന്നെ അവൻ വിചാരിക്കുന്ന ചിന്തകളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡാർക്ക് ബ്രൗൺ ഈസ് ദ റിവർ. പുഴ എങ്ങനെയാണ്? ഡാർക്ക് ബ്രൗൺ കളറാണ്. ഗോൾഡൻ ഈസ് ദ സാൻഡ്. മണലാണെങ്കിലോ സ്വർണ്ണ കളറാണ്. ഇറ്റ് ഫ്ലോസ് അലോങ് ഫോർ എവർ. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ നീളത്തിൽ എപ്പോഴും തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വിത്ത് ട്രീസ് ഓൺ ഐദർ ഹാൻഡ്. അതിൻ്റെ രണ്ട് കൈകളിലും എന്തുണ്ട്? ട്രീസ്, അതായത് രണ്ട് ഹാൻഡിന്ന് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡ്സിലും എന്തുണ്ട്? മരങ്ങളുണ്ട്. ഈ പുഴയുടെ രണ്ട് സൈഡിലും മരങ്ങളുണ്ട്. ഗ്രീൻ ലീവ്സ് ഫ്ലോട്ടിങ്. പച്ച ഇലകൾ, അതായത് മരത്തിൻ്റെ നിന്ന് വീഴുന്ന ആ പച്ച ഇലകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടന്ന് ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. കാസിൽ ഓഫ് ദ ഫോം. പിന്നെന്തുണ്ട്? കാസിൽ ഓഫ് ദ ഫോം, പതയുടെ കൊട്ടാരങ്ങൾ, കാസിൽ. ബോട്ട്സ് ഓഫ് മൈൻ അബോട്ടിങ്. പിന്നെ എൻ്റെ ബോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. വേർ വിൽ ഓൾ കം ഹോം. ഇതെല്ലാം എവിടെയാണ് എത്തിച്ചേരുക? എപ്പോഴാണ് തിരിച്ചെത്തുക? ഓൺ ഗോസ് ദ റിവർ. പുഴ എങ്ങനെ ഒഴുകുകയാണ്. ആൻഡ് ഔട്ട് പാസ് ദ മില്ലും കടന്ന്. എവേ ഡൗൺ ദ വാലി. താഴ്വരകളും കടന്ന്. എവേ ഡൗൺ ദ ഹിൽ. കുന്നുകൾക്കും അടിയിലൂടെ. എവേ ഡൗൺ ദ റിവർ. പുഴ ഇങ്ങനെ താഴോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 100 മൈൽസ് ഓർ മോർ. ഇങ്ങനെ ഒരുപാട് മൈലുകൾ, നൂറുകണക്കിന് മൈലുകൾ താണ്ടി ഒരുപാട് ദൂരെ. അതർ ലിറ്റിൽ ചിൽഡ്രൻ ഷാൾ ബ്രിങ് മൈ ബോട്ട്സ് അഷോർ. മറ്റേതെങ്കിലും കുട്ടികൾ എൻ്റെ ഈ ബോട്ട് കണ്ടിട്ട് അവരതിനെ തീരത്തേക്ക് അടുപ്പിച്ചേക്കാം. അഷോർ, തീരത്തേക്ക് അടുപ്പിച്ചേക്കാം, അതിനെ എടുക്കുമായിരിക്കും. ഇങ്ങനെ അവൻ വിചാരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ ഈ പോയത്തിൽ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ തിങ്സ് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. എന്തൊക്കെ സാധനങ്ങളാണ് പുഴയിൽ പൊങ്ങിക്കിടക്കുന്നത്? എന്തൊക്കെയാണ്? ഗ്രീൻ ലീവ്സ്, പച്ചയിലകൾ. കാസിൽ ഓഫ് ദ ഫോം, പത. പിന്നെന്താണ്? ബോട്ട്സ് ഓഫ് മൈൻ, എൻ്റെ ബോട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ റിവർ. പോയറ്റ് ഈ പുഴയുടെ റിവറിൻ്റെ മൂവ്മെൻറ്റ്, ചലനം എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ഫ്ലോയിങ് കണ്ടിന്യൂസ്ലി ഫോർ എവർ വിത്ത് ട്രീസ് ഓൺ ഐദർ സൈഡ്. തുടർച്ചയായി ഇങ്ങനെ നീളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അല്ലേ. നെക്സ്റ്റ്, വിച്ച് ലൈൻ ഇൻ ദ പോയം ഡു യു ലൈക്ക്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതാണ്? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈൻ എടുത്ത് എഴുതാം. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈൻ ഇത് തന്നെയാണ്. ഇറ്റ് ഫ്ലോസ് അലോങ് ഫോർ എവർ വിത്ത് ട്രീസ് ഓൺ ഐദർ ഹാൻഡ്. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻ. താഴെ കൊടുത്തിരിക്കുന്ന വരികൾ വായിക്കുക, അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് നോക്കുക. ഏതൊക്കെയാണ്? ഹിൽ, സ്റ്റിൽ അല്ലേ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾ. ഹിയർ ഹിൽ ആൻഡ് സ്റ്റിൽ ആർ റൈമിംഗ് വേർഡ്സ്. ഈ ഹില്ലും സ്റ്റില്ലും എന്നുള്ള വാക്കുകൾ എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. പെയർ ദ ഫോളോയിങ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. അപ്പോൾ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അത് മാച്ച് ആയിരിക്കുന്ന റൈമിംഗ് വേർഡ്സിന് നേരെ മാച്ച് ചെയ്യുക, എന്നിട്ട് താഴെ എടുത്തെഴുതുക. ഏതൊക്കെയാണ്? റിവറിന് മാച്ചായ വേർഡ് ഏതാണ്? റിവർ, ഫോർ എവർ അല്ലേ. നെക്സ്റ്റ് ഫോം, ഹോം. നെക്സ്റ്റ് സാൻഡ്, ഹാൻഡ്. എബോട്ടിങ്, ഫ്ലോട്ടിങ്. മോർ, അഷോർ. ഹിൽ, മിൽ. ഇത് നിങ്ങൾ താഴെ എടുത്തെഴുതുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു പിക്ചർ സ്റ്റോറിയാണ്. ഹെൽപ്പിംഗ് ക്ലൗഡ്, സഹായിക്കുന്ന മേഘം. എ ക്ലൗഡ് റോൾഡ് എലോങ് മെറിലി ഇൻ ദ സ്കൈ. ഒരു മേഘം, റോൾഡ് എന്നാൽ ഇങ്ങനെ ഉരുണ്ട് സഞ്ചരിക്കുക. മേഘങ്ങൾ ഉരുണ്ട് സഞ്ചരിക്കുകയാണ്. എലോങ് മെറിലി ഹാപ്പിലി, സന്തോഷത്തോടുകൂടി. ഇൻ ദ സ്കൈ, ആകാശത്തിലൂടെ ഒരു മേഘം ഇങ്ങനെ സന്തോഷത്തോടുകൂടി സഞ്ചരിക്കുകയാണ്. ഇറ്റ് ഡാൻസ്ഡ് വിത്ത് ദ സൺ സോ ഹൈ. അത് സൂര്യൻ്റെ കൂടെ ഇങ്ങനെ ഉയരത്തിൽ ഡാൻസ് ചെയ്യുകയാണ്. ഇറ്റ് മെയ്ഡ് എ ഷാഡോ ബിലോ. അത് താഴെ ഒരു നിഴലുണ്ടാക്കുന്നുണ്ട്. അതായത് ആകാശത്തിൽ മേഘങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മഴ പിടിച്ച സമയത്ത് ഭൂമിയിൽ അതിൻ്റെ ഒരു നിഴൽ കാണും അല്ലേ. മൈ ഫെദേഴ്സ് ആർ ഡസ്റ്റി വൈ ഡോണ്ട് യു റെയിൻ ദ പീകോക്ക് ക്രൈഡ്. അപ്പോൾ ഒരു മയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മേഘത്തോട് പറയുകയാണെന്ത്? മൈ ഫെദേഴ്സ് ആർ ഡസ്റ്റി, എൻ്റെ തൂവലുകളൊക്കെ പൊടി പിടിച്ചിരിക്കുകയാണ്. വൈ ഡോണ്ട് യു റെയിൻ, എന്തുകൊണ്ടാണ് നീ പെയ്യാത്തത്? ദ പീകോക്ക് ക്രൈഡ്. പീകോക്ക്, മയിൽ എങ്ങനെയാണ് പറയുന്നത്? കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ദ പൂൾ ഈസ് ഡ്രൈ പ്ലീസ് റെയിൻ ഐ നീഡ് മോർ വാട്ടർ. ദ ഫിഷ് ബെഗ്ഡ്. അപ്പോൾ ഒരു മീൻ ഇങ്ങനെ ബെഗ്ഡ്, യാചിച്ചുകൊണ്ട് പറയുകയാണെന്ത്? ദ പൂൾ ഈസ് ഡ്രൈ, കുളങ്ങളൊക്കെ വരണ്ടു പോയി. പ്ലീസ് റെയിൻ, ഒന്ന് പെയ്തുകൂടെ? ഐ നീഡ് മോർ വാട്ടർ, എനിക്ക് കുറച്ചുകൂടി വെള്ളം വേണമായിരുന്നു. അപ്പോൾ ഫാർമർ, കൃഷിക്കാരൻ പറയുകയാണ് മൈ ക്രോപ്സ് ആർ ഡേയിങ്, എൻ്റെ വിളകളൊക്കെ ഉണങ്ങുകയാണ്. പ്ലീസ് റെയിൻ, ഒന്ന് പെയ്തുകൂടെ? ദ ഫാർമർ പ്ലീഡഡ്, കൃഷിക്കാരൻ അപേക്ഷിച്ചു.
അപ്പോൾ സോനു എന്താ പറയുന്നത്? പോൺസ് ആൻഡ് ലേക്സ് ആർ എംപ്റ്റി. കുളങ്ങളും തടാകങ്ങളൊക്കെ ശൂന്യമായിരിക്കുകയാണ്. ഇഫ് യു റെയിൻ, നീ പെയ്തിരുന്നെങ്കിൽ ഐ വിൽ സെയിൽ പേപ്പർ ബോട്ട്സ്. എനിക്കിങ്ങനെ പേപ്പർ ബോട്ട് ആക്കി കളിക്കാമായിരുന്നു. ഫ്രണ്ട്സ്, ഐ ആം ഓൺ ദ വേ. ദ ക്ലൗഡ് സ്മൈൽഡ്. അപ്പം മേഘം ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, സുഹൃത്തുക്കളെ, ഐ ആം ഓൺ ദ വേ. ഞാനിപ്പോൾ വഴിയിലാണ്, അതായത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ പീകോക്ക് സ്പ്രെഡ് ഇറ്റ്സ് പ്രറ്റി ഫെദേഴ്സ് ആൻഡ് ഡാൻസ്ഡ് ഇൻ ജോയ്ഫുൾ റിതം. അപ്പോൾ അങ്ങനെ മഴ വന്ന സമയത്ത് പീകോക്ക് മയിലെന്ത് ചെയ്തു? അതിൻ്റെ സ്പ്രെഡ് ഇറ്റ്സ് പ്രറ്റി ഫെദേഴ്സ്, അതിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള തൂവലുകൾ വിടർത്തി ഡാൻസ് ചെയ്യുകയാണ്. വിത്ത് ഇൻ ജോയ്ഫുൾ റിതം, നല്ല സന്തോഷത്തോടു കൂടിയുള്ള താളാത്മകതയിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുകയാണ്. ദ പോൺ വാസ് ഫിൽഡ് വിത്ത് റെയിൻ. കുളങ്ങളൊക്കെ മഴ വന്നിട്ട് വെള്ളം കൊണ്ട് നിറഞ്ഞു. ദ ഫിഷ് വാസ് ഹാപ്പി. അങ്ങനെ ഫിഷിന് സന്തോഷമായി. ദ ഫാർമർ വാക്ക്ഡ് ത്രൂ ദ മഡി ഫീൽഡ്സ്. കൃഷിക്കാരൻ അങ്ങനെ ആ മഡി ഫീൽഡിലൂടെ, മഴ പെയ്തതിന് ശേഷം കൃഷിസ്ഥലം ഇങ്ങനെ ഒരു മഡി ചളി പിടിച്ചിരിക്കും അല്ലേ, അതിലൂടെ നടക്കുകയാണ്. ഹി ഹാപ്പിലി സ്റ്റാർട്ടഡ് പ്ലാന്റിങ് പാഡി. അയാൾ സന്തോഷത്തോടു കൂടി പാഡി, നെൽച്ചെടി നടാൻ തുടങ്ങി. സോനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് പ്ലേയിങ് ഇൻ ദ പഡിൽസ്. സോനും അവൻ്റെ കൂട്ടുകാരും എന്ത് ചെയ്യാൻ തുടങ്ങി? പ്ലേയിങ് ഇൻ ദ പഡിൽസ്. പഡിൽസ് വെള്ളക്കെട്ടിൽ കളിക്കാൻ തുടങ്ങി. സ്പ്ലീഷ് സ്പ്ലാഷ് സ്പ്ലോഷ്, അതായത് വെള്ളത്തിൽ ഇങ്ങനെ ചാടുന്ന സമയത്ത് ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ, അതാണ്. ദേ ജംപ്ഡ് ആൻഡ് ലീപ്ഡ് വിത്ത് ചിയർഫുൾ ഷൗട്ട്സ്. അവരിങ്ങനെ തുള്ളിച്ചാടി കളിക്കുകയാണ്. ദ ക്ലൗഡ് ഫീൽഡ് എവരിബഡി ഈസ് ഹേർട്ട് വിത്ത് ജോയ്. അങ്ങനെ മേഘം എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തോഷം കൊണ്ടുവന്നു. ഇറ്റ് മൂഡ് ഓൺ, അതങ്ങനെ സഞ്ചരിക്കുകയാണ്. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. ഇനി അടുത്ത് എന്താണ് സംഭവിക്കുക? ഡ്രോ ആൻഡ് ഡിസ്ക്രൈബ്. നിങ്ങൾ ചിത്രം വരച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതായത് ഇതുവരെ നമ്മൾ വായിച്ചല്ലോ, ഒരു പിക്ചർ എഴുതിയിട്ട് അതിൻ്റെ ഇവൻ്റ് എഴുതി കൊടുത്തല്ലോ, അതുപോലെ നിങ്ങളൊരു പിക്ചർ വരയ്ക്കുക, എന്നിട്ട് ഇവൻ്റ് എഴുതി കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഇവൻ്റ് എഴുതിയിട്ടുണ്ട്, പിക്ചർ നിങ്ങൾ അതിന് അനുസരിച്ച് വരച്ചു കൊടുക്കുക. ഓക്കെ. ദ സൺ വിൽ കം ഔട്ട് ആൻഡ് എ ബ്യൂട്ടിഫുൾ റെയിൻബോ വിൽ അപ്പിയർ ഇൻ ദ സ്കൈ. സൂര്യൻ പുറത്തേക്ക് വരുന്നു, ഒരു റെയിൻബോയും ഒരു മഴവില്ലും കാണുന്നു. ദ ഫാർമർ വിൽ കണ്ടിന്യൂ ഹിസ് വർക്ക് അണ്ടർ ദ വാം സൺ ആൻഡ് ദ ചിൽഡ്രൻ വിൽ ലുക്ക് അപ്പ് അറ്റ് ദ റെയിൻബോ ഇൻ വണ്ടർ. കൃഷിക്കാരൻ അയാളുടെ ജോലി തുടരുന്നു, കുട്ടികൾ മഴവില്ല് നോക്കി നിൽക്കുന്നു. ആ കാഴ്ചകളാണ് നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ പീകോക്ക് ഡു വെൻ ഇറ്റ് റെയിൻഡ്? എന്താണ് മയിൽ ചെയ്തത് മഴ പെയ്ത സമയത്ത്? ദ പീകോക്ക് സ്പ്രെഡ് ഇറ്റ്സ് പ്രെറ്റി ഫെദേഴ്സ് ആൻഡ് ഡാൻസ്ഡ് ഹാപ്പിലി വെൻ ഇറ്റ് റെയിൻഡ്. പീകോക്ക് അതിൻ്റെ മനോഹരമായ തൂവലുകൾ വിടർത്തി സന്തോഷത്തോടു കൂടി ഡാൻസ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ഫിഷ് അൺഹാപ്പി? എന്തുകൊണ്ടാണ് മത്സ്യത്തിന് അൺഹാപ്പി, സന്തോഷമില്ലാതിരുന്നത്? ദ ഫിഷ് വാസ് അൺഹാപ്പി ബിക്കോസ് ദ പോണ്ട് ഹാഡ് ഡ്രൈ അപ്പ്. എന്തുകൊണ്ടാണ് മത്സ്യം അൺഹാപ്പി ആയത്? കാരണം കുളങ്ങൾ വറ്റി വരളാൻ പോവുകയാണ് അല്ലേ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫാമേഴ്സ് പ്രോബ്ലം? കൃഷിക്കാരൻ്റെ പ്രശ്നം എന്തായിരുന്നു? ദ ഫാമേഴ്സ് പ്രോബ്ലം വാസ് ദാറ്റ് ഹിസ് ക്രോപ്സ് വർ ഡൈയിങ് ഡ്യൂ ടു ലാക്ക് ഓഫ് റെയിൻ. മഴയില്ലാത്തത് കാരണം അയാളുടെ വിളകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നെക്സ്റ്റ്, വാട്ട് വിൽ സോനു ഡു ഇഫ് ഇറ്റ് റെയിൻസ്? മഴ പെയ്യുന്ന സമയത്ത് സോനു എന്തായിരിക്കും ചെയ്യുക? സോനു വിൽ സെയിൽ പേപ്പർ ബോട്ട്സ് ഇഫ് ഇറ്റ് റെയിൻസ്. മഴ പെയ്യുന്ന സമയത്ത് സോനു പേപ്പർ ബോട്ട് ഉണ്ടാക്കി കളിക്കും അല്ലേ. നെക്സ്റ്റ്, ഹൗ ഡിഡ് ദ ക്ലൗഡ് മേക്ക് എവരി വൺ ഹാപ്പി? എങ്ങനെയാണ് മേഘം എല്ലാവരെയും സന്തോഷിപ്പിച്ചത്? ദ ക്ലൗഡ് മെയ്ഡ് എവരി വൺ ഹാപ്പി ബൈ ബ്രിങ്ങിങ് റെയിൻ. മഴ കൊണ്ടുവന്നിട്ടാണ് മേഘം എല്ലാവരെയും സന്തോഷിപ്പിച്ചത് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ റെയിൻ. മഴയോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി സൂചിപ്പിക്കുക. ദ റെയിൻ ഹെൽപ്ഡ് ഡിഫറെൻറ്റ് ക്രിയേച്ചേഴ്സ് ഇൻ മെനി വേസ്. മഴ അങ്ങനെ ഡിഫറെൻറ്റ് ക്രിയേച്ചേഴ്സിന് വ്യത്യസ്ത വഴികളിൽ സഹായിച്ചു. ഇമാജിൻ ഹൗ ദേ വുഡ് താങ്ക് ദ റെയിൻ. നിങ്ങൾ വിചാരിക്കുക അവർ മഴയോട് നന്ദി പറയുകയാണ്. 2 എക്സാമ്പിൾസ് ആർ ഗിവൺ ഫോർ യു. 2 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ബാക്കി നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഫാർമർ എന്താ പറയുന്നത്? താങ്ക് യു റെയിൻ ഫോർ വാട്ടറിങ് മൈ ക്രോപ്സ്. അതായത് എൻ്റെ വിളകൾക്ക് വെള്ളം തന്നതിന് നന്ദി. അപ്പോൾ ഫിഷ് എന്തായിരിക്കും പറയുക? താങ്ക് യു റെയിൻ ഫോർ ഫില്ലിംഗ് ദ പോണ്ട് അഗെയിൻ. നന്ദി പറയുകയാണ്. എന്തിനാണ്? കുളം വീണ്ടും നിറച്ചതിന് നന്ദി എന്ന് പറയുന്നത് അല്ലേ ഫിഷ്. നെക്സ്റ്റ് ചിൽഡ്രൻ, കുട്ടികൾ എന്തായിരിക്കും പറയുക? താങ്ക് യു റെയിൻ ഫോർ ലെറ്റിംഗ് അസ് പ്ലേ ആൻഡ് സെയിൽ അവർ പേപ്പർ ബോട്ട്. നമുക്ക് കളിക്കാനും പേപ്പർ ബോട്ട് ഉണ്ടാക്കി കളിക്കാനും ഒക്കെ സഹായിച്ചതിന് നന്ദി. ഇനി ബോയ്, കുട്ടി എന്തായിരിക്കും? പീകോക്ക് എന്താണ് പറയുന്നത്? താങ്ക് യു ഫോർ യുവർ കൈൻഡ് കൺസേൺ. നെക്സ്റ്റ് ബോയ് എന്തായിരിക്കും പറയുക? താങ്ക് യു റെയിൻ ഫോർ മേക്കിംഗ് എവറിത്തിങ് ഫ്രഷ് ആൻഡ് കൂൾ. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, യു ഹാവ് കം അക്രോസ് ദ വേർഡ് ഷാഡോ ഇൻ ദ സ്റ്റോറി. ഷാഡോ എന്നുള്ള വാക്ക് നമ്മൾ സ്റ്റോറിയിൽ പഠിച്ചു അല്ലേ. ഹൗ മെനി വേർഡ്സ് ക്യാൻ യു മേക്ക് യൂസിങ് ദ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ്. ഈ ഷാഡോ എന്നുള്ള ഈ വാക്കിലെ ലെറ്റേഴ്സ്, അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വാക്കുകൾ, വേർഡ്സ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഷോ. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് എന്തുണ്ടാക്കാം? അതായത് ഈ ഷാഡോ എന്നുള്ള വാക്കിലെ
ഈ വേർഡിലെ ലെറ്റേഴ്സ് അക്ഷരങ്ങൾ WHO യൂസ് ചെയ്തിട്ട് ഹൂ. നെക്സ്റ്റ് AS ആസ്, HAS ഹാസ്, HAD ഹാഡ്, HOW ഹൗ, SAD സാഡ്, DO ഡു, SO സോ, SAW സോ, DASH ഡാഷ്, WASH വാഷ്. ഇനി നിങ്ങൾക്ക് വേർഡ്സ് കണ്ടെത്താം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. The following events describe the helping cloud. They are in the wrong order. Put the sentences in the correct order. ഹെൽപ്പിംഗ് ക്ലൗഡ് എന്നുള്ള പിക്ചർ സ്റ്റോറി നമ്മൾ പഠിച്ചു അല്ലേ? അതിലുള്ള ഇവൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ള ഓർഡറിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് താഴെ എടുത്തെഴുതുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്താണ് കൊടുത്തിരിക്കുന്നത്? ദ പീകോക്ക് സ്പ്രെഡ് ഇറ്റ്സ് പ്രെറ്റി ഫെദേഴ്സ്. അതാണോ ഫസ്റ്റ് ഇവൻറ്റ്? അതായത് നിങ്ങൾ സ്റ്റോറി വായിച്ച് നോക്കുക വീണ്ടും. അപ്പോൾ നിങ്ങൾ അതിൽ ഫസ്റ്റായിട്ട്, അതായത് ഈ 5 എണ്ണത്തിൽ ഫസ്റ്റായിട്ട് വരുന്ന ഏതന്നെയാണ്? ദ പീകോക്ക് സ്പ്രെഡ് ഇറ്റ്സ് പ്രെറ്റി ഫെദേഴ്സിനാണ്. പീകോക്ക് അതിൻ്റെ നല്ല ഭംഗിയുള്ള ഫെദേഴ്സ് വിടർത്തുന്നു അല്ലേ മഴ വന്ന സമയത്ത്. നെക്സ്റ്റ് രണ്ടാമതായിട്ടുള്ള ഇവൻറ്റ്, അപ്പോൾ അത് തന്നെ ഫസ്റ്റ് വൺ അത് തന്നെ എടുത്തെഴുതുക. നെക്സ്റ്റ് സെക്കൻഡ് ഇവൻറ്റ് ഏതാ വേണ്ടത്? സെക്കൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ ഫാർമർ സ്റ്റാർട്ടഡ് പ്ലാന്റിങ് പാഡിയാണ്. അതല്ല വേണ്ടത്. സെക്കൻഡ് ഏതാണ്? ദ ഫിഷ് വാസ് ഹാപ്പിയാണ് രണ്ടാമതായിട്ട് സ്റ്റോറിയിൽ വരുന്നത് അല്ലേ. നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഏത്? ദ ഫാർമർ സ്റ്റാർട്ടഡ് പ്ലാന്റിങ് പാഡിയാണ്. നെക്സ്റ്റ് ഫോർത്ത് വൺ സോനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് പ്ലേയിങ് ഇൻ ദ പഡിൽസ്. സോനുവും കൂട്ടുകാരും പഡിൽസിൽ കളിക്കുന്നു അല്ലേ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഏതാണ്? സ്റ്റോറിയിലുള്ള അവസാന ഭാഗം ദ ക്ലൗഡ് ഫീൽഡ് എവരിബഡി ഈസ് ഹേർട്ട് വിത്ത് ജോയ്. ക്ലൗഡ് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് സന്തോഷം കൊണ്ടുവരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കറക്റ്റായിട്ട് എടുത്തെഴുതുക താഴെ. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. തരുൺ സ്പെൻസ് ഹിസ് വെക്കേഷൻ നിയർ എ റിവർ. തരുൺ അവൻ്റെ വെക്കേഷൻ സമയത്ത് പുഴയുടെ തീരത്ത് സമയം ചെലവഴിച്ചു. ഹെൽപ്പ് ഹിം റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ഹിസ് മെമ്മറബിൾ എക്സ്പീരിയൻസ്. അവൻ്റെ അനുഭവങ്ങൾ നിങ്ങളൊരു പാരഗ്രാഫിലായിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ ക്ലൂസ്, അതായത് പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് ഇതൊരു പാരഗ്രാഫായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? വാട്ട് എ പെർഫെക്റ്റ് ഡേ ഇറ്റ് വാസ്. തരുൺ പറയുകയാണ്, ഐ പ്ലേഡ് വിത്ത് മൈ ഫ്രണ്ട്സ് നിയർ ദ റിവർ. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊത്ത് പുഴയുടെ തീരത്ത് കളിച്ചു. പിന്നെ ബാക്കി നമുക്ക് എഴുതാം. വി പ്ലേഡ് എ ഗ്രേറ്റ് ടൈം സ്പ്ലാഷിംഗ് ആൻഡ് പ്ലേയിങ് ഇൻ ദ വാട്ടർ. നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ വെള്ളം തെറിപ്പിച്ചിട്ടൊക്കെ കളിച്ചു. വി ഓൾസോ എൻജോയ്ഡ് മേക്കിംഗ് പേപ്പർ ബോട്ട്സ് ആൻഡ് വാച്ചിങ് ദം ഫ്ലോട്ട് ഓൺ ദ റിവർ. നമ്മൾ അത് കൂടാതെ പേപ്പർ ബോട്ട് ഉണ്ടാക്കി എന്നിട്ട് അത് പുഴയിലേക്ക് ഒഴുക്കിയിട്ട് അതിങ്ങനെ നോക്കിയിരുന്നു. പിന്നെന്താണ്? വി ഓൾസോ സ്വാം ആൻഡ് സോ സ്മോൾ ഫിഷ് ഇൻ ദ വാട്ടർ. നമ്മൾ ഇങ്ങനെ തുഴഞ്ഞു എന്നിട്ട് ചെറിയ ഫിഷിനൊക്കെ നോക്കി. വി വെൻ ബോട്ടിങ് ടുഗദർ ആൻഡ് ഫെൽറ്റ് വെരി ഹാപ്പി. നമ്മളിങ്ങനെ തോണിയിൽ തുഴഞ്ഞു. ലേറ്റർ വി സാറ്റ് നിയർ ദ റിവർ ആൻഡ് ഡ്രൂ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്. അതിനുശേഷം നമ്മൾ പുഴയുടെ തീരത്തിരുന്ന് ചിത്രങ്ങൾ വരച്ചു. വി ബിൽറ്റ് എ ബിഗ് സാൻഡ് കാസിൽ ഓൺ ദ റിവർ ബാങ്ക്. നമ്മളൊരു വലിയൊരു സാൻഡ് കാസിൽ ഉണ്ടാക്കി പുഴയുടെ തീരത്ത്. വി ക്ലീൻ ദ പ്ലേസ് ആൻഡ് കെപ്റ്റ് ദ ഏരിയ നീറ്റ്. അതിനുശേഷം നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി. ഇൻ ദ ഈവനിങ് വി ഗാദേർഡ് അറൗണ്ട് എ ക്യാമ്പ് ഫയർ ആൻഡ് എൻജോയിങ് ദ വാംത്ത് ഓഫ് ദ ഫയർ. വൈകുന്നേരം നമ്മൾ ഒരു ക്യാമ്പ് ഫയറിന് ചുറ്റും ഇരുന്നിട്ട് അതിൻ്റെ തീ ഇങ്ങനെ ചൂട് കൊണ്ടു. ഇറ്റ് വാസ് എ വെക്കേഷൻ ഫുൾ ഓഫ് ഫൺ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് ഐ വിൽ നെവർ ഫോർഗെറ്റ്. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു വെക്കേഷൻ ആയിരുന്നു അത്. ഓക്കെ. നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റാണ്. വാട്ടർ കൺസർവേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സസ്റ്റെയിനിങ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി വെള്ളം സംരക്ഷിക്കുക എന്നത് അത്യാവശ്യമാണ്. ഗിവൺ ബിലോ ആർ സം ഓഫ് ദ ആൻഷ്യൻ ഇന്ത്യൻ വാട്ടർ കൺസർവേഷൻ പ്രാക്ടീസസ്. താഴെ കൊടുത്തിരിക്കുന്നത് മുമ്പ് കാലത്ത് ഇന്ത്യയിൽ ഇങ്ങനെ വെള്ളം കീപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റെപ്പ് വെൽ അല്ലേ. എ സ്റ്റെപ്പ് വെൽ ഈസ് എ ട്രഡീഷണൽ സ്ട്രക്ചർ ബിൽറ്റ് ഇൻ ഇന്ത്യ ടു സ്റ്റോർ വാട്ടർ. അതായത് മുമ്പ് കാലത്ത് ഇന്ത്യയിൽ വെള്ളം ഇങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കെട്ടിയിട്ട് ആക്കിയിരിക്കുന്നതാണ് നമ്മൾ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ. സോ വാട്ടർ ബിക്കംസ് അവൈലബിൾ ഇൻ ഡ്രൈ സീസൺ. അപ്പോൾ വേനൽക്കാലത്ത് ഇതിലുള്ള വെള്ളം യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വെറ്റ്ലാൻഡ്, തണ്ണീർത്തടം. എ വെറ്റ്ലാൻഡ് ഈസ് എ പ്ലേസ് വെർ റെയിൻ വാട്ടർ ഈസ് സ്റ്റോർഡ് നാച്ചുറലി. പ്രകൃതിദത്തമായിട്ട് മഴവെള്ളം കീപ്പ് ചെയ്യുന്നതാണ് വെറ്റ്ലാൻഡ്. നെക്സ്റ്റ് ഇറിഗേഷൻ കനാലാണ്. ഇറിഗേഷൻ കനാൽ ഹെൽപ്പ് ഫാമേഴ്സ് ഗ്രോ ക്രോപ്സ് ഈവൺ വെൻ ദർ ഈസ് ലിറ്റിൽ റെയിൻ. മഴയില്ലാത്ത സമയത്തും കൃഷിക്കാർക്ക് വെള്ളം യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഇറിഗേഷൻ കനാൽ വഴി ഇങ്ങനെ വെള്ളം ഒഴുക്കി വിടുക, ഇങ്ങനെ ചാലായിട്ട് ഒഴുക്കി വിടുക. നെക്സ്റ്റ് ചെക്ക് ഡാമാണ്. എ ചെക്ക് ഡാം ഈസ് എ സ്മോൾ വാൾ ബിൽറ്റ് അക്രോസ് എ സ്ട്രീം. ഒരു അരുവിക്ക് കുറുകെയായിട്ട് ഇങ്ങനെ ചെറിയൊരു ഡാം കെട്ടിവെക്കും. ഇറ്റ് സ്റ്റോർസ് റെയിൻ വാട്ടർ ആൻഡ് ഹെൽപ്സ് ഇൻക്രീസ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ റെയിൻ വാട്ടർ സംരക്ഷിക്കുകയും ചെയ്യും, പിന്നെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ അളവ് കൂടുകയും ചെയ്യും. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നൗ ഒബ്സർവ് ദ കണ്ടീഷൻ ഓഫ് ദ വാട്ടർ ബോഡി ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു വാട്ടർ ബോഡി നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. യൂസ് ദ ചെക്ക് ലിസ്റ്റ് ഗിവൺ ബിലോ ടു കളക്ട് ഇൻഫർമേഷൻ. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദ വാട്ടർ സോഴ്സ് യു ഫൗണ്ട്? നിങ്ങൾ കണ്ടെത്തിയ വാട്ടർ സോഴ്സ് എന്താണ്? അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണമായിട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു പോണ്ട്, ഒരു കുളമാണ് ഞാൻ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചത്. അപ്പോൾ ഞാൻ പോണ്ടിനെ ടിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ദ വാട്ടർ ക്ലീൻ? ഇതിലുള്ള ഈ കുളത്തിലുള്ള വെള്ളം ക്ലീൻ ആണോ? അപ്പോൾ ചെളി വെള്ളമാണ് ഞാൻ കണ്ടത്, അപ്പോൾ ഡേർട്ടി ഞാൻ കൊടുത്തു. നെക്സ്റ്റ് ഈസ് ദർ എനി വേസ്റ്റ് ത്രോൺ നിയർ ഓർ ഇൻ ദ വാട്ടർ?
നിങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ വേസ്റ്റ് വലിച്ചെറിയുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അപ്പം ഞാൻ യെസ് കൊടുക്കുന്നു. നെക്സ്റ്റ്, ഈസ് ദ വാട്ടർ സോഴ്സ് കവേർഡ് ഓർ ഓപ്പൺ? ഇത് കവേർഡ് ആണോ അല്ല ഓപ്പൺ ആണോ? ഓപ്പൺ ആണ്, കവേർഡ് അല്ല. കുളമാണല്ലോ ഞാൻ കണ്ടത്, അപ്പോൾ അത് ഓപ്പൺ പോണ്ടാണ്. നെക്സ്റ്റ്, ഹൂ യൂസസ് ദിസ് വാട്ടർ? ആരൊക്കെയാണ് ഈ വെള്ളം യൂസ് ചെയ്യുന്നത്? പീപ്പിൾ ജനങ്ങൾ മാത്രമാണോ ആനിമൽസ് മാത്രമാണോ? ഇനി ബോത്ത് രണ്ടാളും, ജനങ്ങളും ആനിമൽസും രണ്ടാളും ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോൾ ബോത്താണ് ഞാൻ കൊടുക്കുന്നത്. ഈസ് വേസ്റ്റ് വാട്ടർ ഫ്രം എനി സോഴ്സ് ഫ്ലോയിങ് ഇൻ ടു ദ വാട്ടർ ബോഡി? ഇതിലേക്ക് എന്തെങ്കിലും വേസ്റ്റ് വാട്ടർ വരാനുള്ള സാധ്യതയുണ്ടോ? യെസ്. ഡിഡ് യു സീ എനി മെസ്സേജ് ഓർ ബോർഡ് സെയിങ് സേവ് വാട്ടർ ഓർ ഡോണ്ട് വേസ്റ്റ് വാട്ടർ? മെസ്സേജ് ഒന്നും കണ്ടില്ല. ഈസ് എനി വൺ ടേക്കിംഗ് കെയർ ഓഫ് ദ വാട്ടർ സോഴ്സ്? ആരെങ്കിലും ഇതിനെ കെയർ ചെയ്യാറുണ്ടോ? നോ ആണ്. ഈസ് ദ വാട്ടർ സേഫ് ഫോർ ഡ്രിങ്കിങ്? ഇത് കുടിക്കാൻ വേണ്ടി സേഫ് ആണോ? അല്ല അല്ലേ, നോ ആണ്. നെക്സ്റ്റ്, വിൽ യു ഹെൽപ്പ് ഇൻ കീപ്പിംഗ് ദിസ് വാട്ടർ സോഴ്സ് ക്ലീൻ? നിങ്ങൾ ഈ വാട്ടർ സോഴ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുമോ? അപ്പോൾ യെസ്. ഇനി ഞാൻ എൻ്റെ ഒബ്സർവേഷൻ ഇതിനനുസരിച്ച് ഞാൻ എഴുതി വെക്കുകയാണ്. ദ പോണ്ട് ഇൻ മൈ ലൊക്കാലിറ്റി ഈസ് ഓപ്പൺ ആൻഡ് ഡർട്ടി. എൻ്റെ പരിസരത്തുള്ള പോണ്ട് കുളം തുറന്ന കുളമാണ്, പിന്നെ അത് ഡർട്ടി ആണ്, അഴുക്കുള്ളതാണ്. പീപ്പിൾ ആൻഡ് ആനിമൽസ് യൂസ് ഇറ്റ്? ജനങ്ങളും മൃഗങ്ങളും ഈ കുളം ഉപയോഗിക്കുന്നുണ്ട്. വേസ്റ്റ് ഈസ് ത്രോൺ അറൗണ്ട് ഇറ്റ്? അതിൻ്റെ ചുറ്റും ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിടുന്നുണ്ട്. ആൻഡ് നോ വൺ ഈസ് ടേക്കിംഗ് പ്രോപ്പർ കെയർ ഓഫ് ഇറ്റ്? ആരും ഇതിനെ കെയർ ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. നെക്സ്റ്റ്, മൈ സജഷൻ ടു പ്രൊട്ടക്റ്റ് വാട്ടർ ബോഡി? എൻ്റെ നിർദ്ദേശങ്ങളാണ് ഈ വാട്ടർ ബോഡി സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സജഷൻസ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. വി ഷുഡ് സ്റ്റോപ്പ് ത്രോയിങ് വേസ്റ്റ് ഇൻ ടു ദ പോണ്ട്, പുട്ട് അപ്പ് സേവ് വാട്ടർ ബോർഡ് ആൻഡ് ക്ലീൻ ദ വാട്ടർ റെഗുലർലി? വാട്ടർ ക്ലീൻ ചെയ്യുക, പിന്നെ സേവ് വാട്ടർ ബോർഡ് വെക്കുക. പീപ്പിൾ ഷുഡ് പ്ലാന്റ് ട്രീസ് അറൗണ്ട് ഇറ്റ്? മരങ്ങൾ വെക്കുക. ആൻഡ് എൻഷുർ നോ ഡർട്ടി വാട്ടർ ഫ്ലോസ് ഇൻ ഇറ്റ്? ഇതിലേക്ക് വേസ്റ്റ് വെള്ളം, ഡർട്ടി വാട്ടർ ഒഴുകി വരാൻ വേണ്ടി അനുവദിക്കരുത്. ഇങ്ങനെയൊക്കെ വെച്ച് ഞാൻ സജഷനും കൊടുത്തു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരിസരത്തുള്ള വാട്ടർ ബോഡി നിരീക്ഷിച്ച് ഇതുപോലെയുള്ള കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, 4th സ്റ്റാൻഡേർഡിൻ്റെ ലെസൺസ് ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ. ലെസൺ നമ്പർ 1 മുതൽ ലാസ്റ്റ് വരെയുള്ള ലെസൺസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ക്ലാസ് 4 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റിൽ പോയി കാണാവുന്നതുമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.